മോളെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാണ്. ഈ വിവാഹം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അതിലൊന്നും ഒരർത്ഥമില്ല. മോള് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്താ എന്തായാലും നീ നിൽക്കുന്നു? വല്ല പ്രശ്നമുണ്ടോ അച്ഛാ? ഈ വീട്ടിൽ കുറെ ദിവസമായിട്ട് ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. വിവാഹം നടത്തുന്നു പറയുന്നവരും നടത്തില്ല എന്ന് പറയുന്നവരും. നടത്തില്ല എന്ന് പറയുന്നവരുടെ പ്രസിഡന്റ് സച്ചി തന്റെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. സച്ചിയേട്ടന്റെ അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്ത് കാര്യത്തിനും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ നീയൊന്ന് പറ, നിന്റെ അഭിപ്രായം എന്താ? ധനുഷ് സ്നേഹയെ വിവാഹം കഴിക്കുന്നതിനോട് നിനക്ക് യോജിപ്പാണോ അതോ വിയോജിപ്പാണോ? എന്താ, നിനക്ക് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഇല്ലേ? എനിക്കറിയാം നീ മനസ്സുകൊണ്ട് ബാക്കിയുള്ളവരോടൊപ്പം ആണെന്ന്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളും ഉണ്ട്. അത് ഞാൻ ഇവിടെ പറയണോ? പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ. വിശ്വസിക്കില്ല. ഈ വിവാഹം മുടക്കാൻ ആരെന്ത് കള്ളക്കഥ പറഞ്ഞോണ്ട് വന്നാലും ആരും വിശ്വസിക്കത്തില്ല. അതിന് ആരും മെനക്കെടുകയും വേണ്ട. വിവാഹ തീയതി ഉറപ്പിച്ച കാര്യം അറിഞ്ഞല്ലോ. ആ തീയതിയിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം ഞാൻ നടത്തും. അങ്ങനെ നടന്നില്ലെങ്കിൽ അതിനർത്ഥം സ്നേഹയുടെ മൂത്ത ഏട്ടനായ ഈ നന്ദൻ മരിച്ചുപോയിന്ന. എതിർക്കാനായി ആര് വന്നാലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എതിർപ്പൊക്കെ അങ്ങ് മനസ്സിൽ തന്നെ വച്ചിരുന്നാ മതി. ഞാനീ പറഞ്ഞതേ അറിയാത്തവരെ കൂടി അറിയിച്ചേക്കണം. പിന്നീടൊന്നും അറിയിച്ചില്ലെന്ന് പരാതി പറയില്ലല്ലോ. താൻ ഈ ആലോചനയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കഞ്ഞി കുടിച്ചേ. വേണ്ട സച്ചേട്ടാ, എനിക്കൊട്ടും വിശപ്പില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ഒന്നാമത് കൈവയ്യാതിരിക്കല്ലേ. നല്ല വേദനയുണ്ടോ തനിക്കിപ്പോ? ഏയ്, സച്ചേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആ സമയത്ത് ഞാൻ ആ കത്തിയിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ സച്ചേട്ടൻ്റെ അവസ്ഥ എന്തായേനെ?
ഉണ്ടാവേണ്ടിയിരുന്ന വലിയൊരു അപകടം ഒഴിഞ്ഞു പോയില്ലേ? താൻ എനിക്ക് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഇത് കൊള്ളാം. കഞ്ഞിയുമായിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വന്ന ആളെ ഞാൻ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയായല്ലോ. ഞാൻ നേരത്തെ വിശപ്പില്ല എന്ന് പറഞ്ഞതേ വെറുതെയാ. എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. ബാക്കി എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടേ എനിക്ക് കഞ്ഞി കോരി തന്ന്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഞങ്ങൾ വെഡ്ഡിംഗ് ഡ്രീംസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വരിക. വെഡിങ് ഡ്രീംസോ? അതെന്താ? നമ്മൾ ഈ സിറ്റിയിലെ ഫേമസ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് മാഡം. ആയിക്കോട്ടെ, ഇങ്ങോട്ട് വന്നെന്തിനാ? ഇവിടുത്തെ സാറിന്റെ വിവാഹത്തിന് ഒരു ഫോട്ടോഷൂട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടത്തെ സാറോ? ഏത് സാറ്? ധനുഷ് സാറ്. സാറിന്റെ വിവാഹവും പാർട്ടിയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മാഡം ധനുഷ് സാറിന്റെ ചേച്ചിയാണോ? മറ്റെവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോയി സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാന്നാണ് സാറ് ഞങ്ങളോട് പറഞ്ഞത്. ഈ ആംബിയൻസിൽ കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ട് പോകാനാ ഞങ്ങൾ വന്നത്. എന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ട ആ സാറെവിടെ? ഞങ്ങളോട് ഇവിടെ വന്ന് എല്ലാം റെഡിയായി സെറ്റ് ആകുമ്പോഴേക്കും സാറ് പുറകെ വന്നോളാന്ന് പറഞ്ഞു മാഡം. എങ്കിൽ തൽക്കാലം ആരാ 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 നിങ്ങളൊക്കെ? ഞങ്ങൾ ധനുഷ് സാർ പറഞ്ഞിട്ട് വന്നതാ. വിവാഹത്തിന് മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് വേണമെന്ന് സാറ് പറഞ്ഞിരുന്നു. അതിനായിട്ട് വന്നതാ. ആ, ഇവന്റ് മാനേജ്മെന്റ് ടീമാണോ? അതെ സാർ. ആ, അത് ശരി. പിന്നെന്താ എവിടെ തന്നെ നിന്നളഞ്ഞത്? അകത്തേക്ക് വരൂ. ആ, അച്ഛാ, സ്നേഹയുടെ വിവാഹത്തിന്റെ ഇവന്റ് ടീമാണ്. ഗുഡ് മോർണിംഗ് സാർ. ധനുഷ് പറഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിനായിട്ട് വന്നതാ. ഈ വീട്ടില് നിങ്ങളുടെ ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള സൗകര്യമുണ്ടോ? കുറച്ച് ഷോട്ട്സ് മാത്രമാണ് സാർ ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ ബീച്ചിൽ സെറ്റിട്ടും പിന്നെ ധനുഷ് സാറിന്റെ ഇഷ്ടത്തിന് എവിടെയാന്ന് വെച്ചാൽ അവിടെയും. ആ, ഇതാണ് കല്യാണ പെണ്ണ്. മോളെ, ധനുഷ് പറഞ്ഞു വിട്ട ആൾക്കാരാ നിന്റെയും ധനുഷിന്റെ ഫോട്ടോ എടുക്കാൻ. എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് വരുന്ന്. ധനുഷ് ഇപ്പൊ വിളിച്ചിരുന്നു. എല്ലാം റെഡി ആവുമ്പോ ആളിങ്ങെത്തും. ആ, ഫോട്ടോഷൂട്ട് അല്ലാതെ വേറെന്തൊക്കെയാ നിങ്ങളുടെ പരിപാടികൾ? എല്ലാം ഉണ്ട് സാർ. എൻഗേജ്മെന്റ് മുതൽ വിവാഹം വരെയുള്ള എല്ലാ ചടങ്ങുകളും
ബഡ്ജറ്റിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആ പിന്നെ ഹൗസ് വാമിങ്ങിനും ബർത്ത്ഡേ പാർട്ടിക്കും ഒക്കെ പ്രത്യേക പാക്കേജുകളുണ്ട്. ഇവളുടെ വിവാഹം ഗംഭീരമാക്കണം എനിക്ക്. എൻ്റെ മക്കളിൽ ഏറ്റവും ഇളയവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ അവസാനത്തെ വിവാഹം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതെ, ഇവളുടെ വിവാഹം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. ഒരാഘോഷവും ഒഴിവാക്കണ്ട. മൈലാഞ്ചി കല്യാണത്തിന് എന്റെയും ഫ്രണ്ട്സിന്റെയും നല്ലൊരു വീഡിയോ ചെയ്തു തരണം കേട്ടോ. അതിനെന്താ മാഡം, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ആ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അയച്ചു തരാം. അതുപോലെ തന്നെ വേണം. ആ ഇവളുടെ ഇഷ്ടത്തിന് തന്നെ എല്ലാം ചെയ്തു കൊടുത്തേക്ക്. സച്ചി, ഇത് ധനുഷ് പറഞ്ഞു വിട്ട ഇവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരാ. ഇവിടെ വെച്ച് ധനുഷിന്റെ ഇവളുടെയും കുറച്ച് സ്റ്റിൽസ് എടുക്കാനായിട്ട് വന്നതാ ഇവര്. ഇത് സ്നേഹയുടെ രണ്ടാമത്തെ ഏട്ടനാ. ആ ഇത് മൂത്ത ഏട്ടൻ നന്ദൻ. ഇനി ഒരു ഏട്ടൻ കൂടിയുണ്ട്, ആളിപ്പോ ഇവിടെ ഇല്ല. ഓ സിസ്റ്ററിന്റെ മാരേജിനെ പറ്റി നന്ദ സാർ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സാറിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല. സാധാരണ നേരെ തിരിച്ചാ. കല്യാണപ്പെണ്ണിന് 2-3 ഏട്ടന്മാരുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പാട്ടും ഡാൻസും ഒരുക്കലും അങ്ങനെ എന്തല്ല. ആ, പെണ്ണിന് 2-3 ഏട്ടന്മാരുണ്ടെങ്കിലും മൂത്ത ഏട്ടൻ പറയുന്നത് ഇവിടെ നടക്കൂ. പിന്നെ പറഞ്ഞ് നാണം കിടന്ന് എന്തിനാ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായം വേണ്ടത് അത് ദേ അവിടെ ചോദിച്ചാൽ മതി. എനിക്ക് ഏട്ടന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. തീരുമാനം മുഴുവൻ ദേ അവിടുത്തെയാ. പിന്നെ ഒരു അഭിപ്രായം പറയാം. ഫോട്ടോ ഇപ്പൊ എടുക്കാതിരിക്കുന്നേ നല്ലത്. ആദ്യം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി. ഏട്ടനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ളതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സച്ചേട്ടാ, സച്ചേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? അച്ഛനടക്കം എല്ലാവരും ഇരിക്കുന്നിടത്ത് പുറത്തുനിന്നും കൂടി ആളുകൾ വന്ന് നിൽക്കുന്ന സമയത്ത് സച്ചേട്ടൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അതിന് മാത്രം ഞാൻ എന്തു പറഞ്ഞു? എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് ഏട്ടനെന്ന നിലയ്ക്കുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ശരി, എന്നിട്ട് ഇറങ്ങിപ്പോന്ന എന്തിനാ? അവരൊക്കെ എന്ത് കരുതി കാണും? ആരെന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല. അങ്ങനെ നോക്കി നോക്കിയാ കാര്യങ്ങൾ ഇതുവരെ ആയത്. പറയാനുള്ളതൊക്കെ അപ്പൊ തന്നെ പറയണമെന്നാ എന്റെ തീരുമാനം. അത് തന്നെ ശരിയും. എല്ലാം പോട്ടെ, സച്ചേട്ടനകത്തേക്ക് വാ. അഭിപ്രായം ഒന്നും പറയണ്ട, അവര് പറയുന്നൊക്കെ കേട്ട് നിന്നാ മാത്രം മതി. സച്ചേട്ടനായിട്ട് ഒന്നിൽ നിന്ന് മാറി നിന്നോന്ന് വേണ്ട. ഞാനേ എങ്ങോട്ടും വരുന്നില്ല. ഒരിക്കലും നടക്കാത്തൊരു കല്യാണത്തിന് പന്തലിടാനും കുറിയടിക്കാനും ഞാനിതിന് സമയം കളയണം. അങ്ങനെയുള്ള നിലവാരമില്ലാത്ത ചർച്ചകളിൽ പങ്കെടുത്ത് സമയവും എനർജിയും വേസ്റ്റ് ആക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേറെ പണിയുണ്ട്. സച്ചേട്ട്,
എന്തായി സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടും ഒക്കെ? ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നു. ആ സ്നേഹയുടെ ജാട ചില്ലറയൊന്നും അല്ല. ഒരു നശിച്ച ജീവിതത്തിലേക്ക് പോകുന്ന ഒരാളുടെ എല്ലാ ജാടയും അവൾക്കുണ്ട്. അപ്പോഴേ സച്ചിയേട്ടന്റെ കൂടെ നമുക്കും ഇറങ്ങി പോയാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. കുറെ ദിവസം കഴിയുമ്പോൾ ഈ ഫോട്ടോയിൽ മാത്രമേ ധനുഷ് കാണൂ. സ്നേഹയ്ക്ക് ഒരു തരത്തിലും ഉപയോഗപ്പെടാത്ത ഫോട്ടോ ആയിരിക്കും അതൊക്കെ. ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. മുഖലക്ഷണം കണ്ടിട്ട് ചേച്ചിക്ക് ഇത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നമുക്കും പോയി നോക്കാം. അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കണമല്ലോ. അത് വേണോ ഏട്ടത്തി? ഇതൊക്കെ ഒരു രസമല്ലേടി. വാ വാ. ചേട്ടൻ ഇപ്പൊ എടുത്ത ഈ വീഡിയോയ്ക്ക് നല്ല റൊമാൻറ്റിക് സോങ് ഇടണേ. അത് പിന്നെ പറയാനുണ്ടോ? ദേ വെറുതെ പറയാണെന്ന് കരുതരുത്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. മതി സാർ, ബാക്കിയൊക്കെ നമുക്ക് ബീച്ചിലും മറ്റു സ്ഥലങ്ങളിലുമായി എടുക്കാം. എല്ലാം എടുത്തു കഴിഞ്ഞോ? ആവശ്യത്തിനുള്ളത് എടുത്തു മേഡം. അത് പോരാ. ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ചുകൂടി എടുക്കണം. തോളിൽ കൈയിടുന്ന പഴഞ്ച പോസൊക്കെ മാറ്റി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുക. മാഡത്തിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഉണ്ടോന്നോ? ഞാൻ പറഞ്ഞുതരാം. വാ വാ, ഇവിടെ നിൽക്കേ. വാ നിൽക്കേ. ഈ കൈയെടുത്ത് അങ്ങോട്ട് നന്നായിട്ട് മിണ്ടേ. ഇനി സ്നേഹം ഫ്രണ്ട് നിൽക്ക്. ഫ്രണ്ട് നിൽക്ക്. അങ്ങോട്ട് നിൽക്ക്. നന്നായിട്ട് കൊണ്ട് ചേർത്ത് പിടിക്കുക.